ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 22-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. ദാനിയേൽ 5:22 മുതൽ. അവൻ്റെ മകനായ ബേൽശസ്സരെ, ഇതൊക്കെയും അറിഞ്ഞിട്ടും തിരുമേനിയുടെ ഹൃദയത്തെ താഴ്ത്താതെ സ്വർഗസ്ഥനായ കർത്താവിൻ്റെ നേരെ തന്നെത്താൻ ഉയർത്തി അവൻ്റെ ആലയത്തിലെ പാത്രങ്ങളെ അവർ തിരുമുമ്പിൽ കൊണ്ടുവന്നു. തിരുമേനിയും മഹത്തുക്കളും തിരുമനസ്സിലെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ വീഞ്ഞു കുടിച്ചു. കാണുവാനും കേൾപ്പാനും അറിയുവാനും വഹിയാത്ത പൊന്ന്, വെള്ളി, താമ്രം, ഇരുമ്പ്, മരം, കല്ല് എന്നിവ കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു. തിരുമനസ്സിലെ ശ്വാസവും എല്ലാ വഴികളും കൈവശമുള്ളവനായ ദൈവത്തെ മഹത്വീകരിച്ചതുമില്ല. ആകയാൽ അവൻ ആ കൈപ്പത്തി അയച്ച ഈ എഴുത്ത് എഴുതിച്ചു. എഴുതിയിരിക്കുന്ന എഴുത്തോ: മെനെ മെനെ തെക്കേ ലൂഹർസീൻ. കാര്യത്തിൻ്റെ അർത്ഥമാവിത്: മെനെ എന്ന് വെച്ചാൽ ദൈവം നിന്റെ രാജ്യത്വമെണ്ണി അതിനെ അന്തം വരുത്തിയിരിക്കുന്നു. തെക്കേൽ എന്ന് വെച്ചാൽ തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. പെറേസ് എന്ന് വെച്ചാൽ നിന്റെ രാജ്യം വിഭാഗിച്ച് മേദ്യർക്കും പാർസികൾക്കും കൊടുത്തിരിക്കുന്നു. അപ്പോൾ ബേൽശസ്സറിൻ്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ ധൂമ്രവസ്ത്രവും കഴുത്തിൽ പൊന്മാലയും ധരിപ്പിച്ചു.
അവൻ രാജ്യത്തിലെ മൂന്നാമനായി വാഴുമെന്ന് അവനെക്കുറിച്ച് പ്രസിദ്ധമാക്കി. ആ രാത്രിയിൽ തന്നെ കൽദേ രാജാവായ ബേൽശസ്സർ കൊല്ലപ്പെട്ടു. മേദ്യനായ ദാര്യാവേശ് 62 വയസ്സുള്ളവനായി രാജത്വം പ്രാപിച്ചു. ദൈവത്തിന് സ്തോത്രം. അന്ന് ബേൽശസ്സർ രാജാവ് വിരുന്ന് കഴിച്ച് ആഘോഷത്തോടെ അങ്ങനെ തിമിർത്താടി രസിച്ചിരിക്കുന്ന സമയത്ത് ആ ബാബിലോണിയൻ സാമ്രാജ്യത്തിൻ്റെ നഗരത്തിൻ്റെ ചുറ്റുപാടും മേദ്യ പാർസ്യ സൈന്യമെന്ന് നിരന്നിരിക്കുകയായിരുന്നു. വലിയ സൈന്യം, വലിയൊരു കൂട്ടം സേനകൾ, പാർസി സൈന്യം, മേദ്യരും പാർസികളും കൂട്ടമായി വന്ന് ബാബിലോണിയൻ സാമ്രാജ്യത്തെ കീഴടക്കുവാൻ ആക്രമിക്കാൻ വന്ന് നിൽക്കുകയായിരുന്നു. ദിവസങ്ങളായി വന്ന് അവിടെ തമ്പടിച്ചിരിക്കുകയാണ്. പക്ഷേ ബേൽശസ്സർ രാജാവിനൊരു കൂസലുണ്ടായില്ല. കാരണം 350 അടി ഉയരമുള്ള ഒരു വലിയ മതിലാണ് ഈ നഗരത്തിന് ചുറ്റും. 350 അടി ഉയരം, 87 അടി ഘനമുള്ള ഭിത്തിയാണ് ആ മതിൽ. 87 ഘനമെന്ന് പറഞ്ഞാൽ അവിടെ മുകളിൽ വീട് വെച്ച് താമസിക്കാൻ കൊള്ളാം, അത്രമാത്രം ഉള്ള വിസ്താരം അവിടെയുണ്ട്. മുകൾ പരപ്പിന് അത്രയും കനമുള്ള വലിയൊരു മതിൽ 350 അടി ഉയരത്തിലാണ്. അത് കടന്ന് ആർക്ക് വരാൻ സാധിക്കും? അവിടെ വൈദേശിക ആധിപത്യം വന്ന് ചുറ്റി തമ്പടിച്ചാലും ഇങ്ങോട്ട് കടന്നു വരാനൊക്കെ സാധിക്കില്ലെന്ന് ബേൽശസ്സറിനറിയാം. തന്നെയുമല്ല, അടുത്ത 12 വർഷത്തേക്ക് അവിടെ നഗരത്തിലുള്ള ജനത്തിന് ആഹാരം കഴിക്കാനുള്ള വക മുഴുവനും കരുതിയിട്ടുണ്ട്. പേടിക്കാനില്ല. 12 വർഷത്തേക്ക് ആഹാരത്തിനുള്ള വക മുഴുവനും ധാന്യപ്പുരകൾ സംഭരിച്ച് വച്ചിട്ടുണ്ട്. ഒന്നും പേടിക്കാനില്ല. സമൃദ്ധിയുള്ള രാജ്യമാണ് ബാബിലോണിയൻ രാജ്യം. വളരെ വിഭവസമൃദ്ധിയുള്ള ദേശമാണത്. നല്ലവണ്ണം വിളവെടുപ്പ് കിട്ടുന്ന സ്ഥലമാണത്. കാരണം യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദി ഒഴുകുന്നത് ആ നഗരപ്രാന്തത്തിലൂടെയാണ്. നല്ല ഫലസമൃദ്ധമായ എക്കൽമണ്ണുണ്ട പ്രദേശമാണത്. നല്ല വിളവെടുപ്പ് കിട്ടും. അതുകൊണ്ട് അടുത്ത 12 വർഷത്തേക്ക് ആവശ്യമുള്ള വിഭവങ്ങളെല്ലാം സംഭരിച്ച് വച്ചിട്ടുണ്ട്. ഒന്നും പേടിക്കാനില്ല. പട്ടണം അതിൽ ഏറ്റവും കരുത്തുള്ളതാണല്ലോ. അതുകൊണ്ട് അവരെയും ആരും കടന്നു വരാൻ പോകുന്നില്ല. ഈ ധൈര്യമാണ് ബേൽശസ്സറിന് ഹുങ്ക് വർദ്ധിക്കാൻ കാരണമായത്. ഇന്ന് പലർക്കും ഇങ്ങനെയാണ്. ചില സാഹചര്യങ്ങൾ, എനിക്ക് ആരോഗ്യമുണ്ട്, എൻ്റെ നേരെ നിൽക്കാൻ ആരുണ്ട്, എന്നെ എതിർക്കാൻ ആരുണ്ട്, എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, എൻ്റെ അത്രയും വിദ്യാഭ്യാസം ആർക്കാണ് ഉള്ളത്, എനിക്ക് നല്ല ഉയർന്ന ശമ്പളമുണ്ട്, അല്ലെങ്കിൽ ഉയർന്ന ജോലിയുണ്ട്, ഉയർന്ന വരുമാനമുണ്ട്, എന്നോട് മിണ്ടാൻ ആർക്കാണ് അവകാശം, എന്നെ തിരുത്താൻ ആർക്കാണ് അവകാശം? പലതിലും ഇന്ന് ഓരോരുത്തരും ചിന്തിച്ചു നോക്കൂ, കാണാം ചില തെറ്റുകൾ, ചില അഹങ്കാരങ്ങളുള്ളിലുള്ളത്. ചില ആശ്രയങ്ങളിന്നുണ്ട്. ചില രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ചില രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. രഥങ്ങളിൽ ആശ്രയിക്കുന്ന ആളുകളുണ്ട്, കുതിരകളിൽ ആശ്രയിക്കുന്ന ആളുകളുണ്ട്. ചില രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അവർ കുനിഞ്ഞു വീണുപോയി, എന്നാൽ ഞങ്ങളോ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. 20-ാം സങ്കീർത്തനത്തിൽ അവർ കുനിഞ്ഞു വീണുപോയി. രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നവർ, സൈന്യ ബഹുത്വത്തിൽ ആശ്രയിക്കുന്നവർ, ഭൗതിക പ്രതാപങ്ങളിൽ ആശ്രയിക്കുന്നവർ, ശാരീരിക ശേമുഷിയിൽ ആശ്രയിക്കുന്നവർ, അവർ കുനിഞ്ഞു വീണുപോയി, എന്നാൽ ഞങ്ങളോ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. നിവർന്നു നിൽക്കാൻ സാധിക്കണമെങ്കിൽ നിത്യനായ ദൈവത്തിൽ ആശ്രയം വരണം. എൻ്റെ ദൈവം തന്നതല്ലാതെ എനിക്കൊന്നുമില്ല എന്നുള്ള ചിന്ത വരണം. അല്ലെങ്കിൽ നാം നിലംപരിചായി പോകും, നാം വീണു പോകും. ഇന്നുള്ളതെല്ലാം പോകാൻ അധികം നേരമൊന്നും വേണ്ട. ഇന്നത്തെ ആരോഗ്യം പോകാൻ അധികം നേരമൊന്നും വേണ്ട. ഇന്നത്തെ പ്രതാപവും ഇന്നത്തെ മഹിമയും ഇന്നത്തെ പ്രൗഢിയും പോകാനൊന്നും അധികം സമയമൊന്നും വേണ്ട. ഇന്ന് ഉള്ള സൗന്ദര്യത്തികവോ ഇന്നുള്ളതായ ധനസമൃദ്ധിയോ ഇതെല്ലാം പോകാൻ നേരം വേണ്ട, അധികം സമയം വേണ്ട. പ്രിയപ്പെട്ടവരെ ഓർക്കൂ, എന്നാൽ ആശ്രയിക്കാൻ കൊള്ളാവുന്ന ഒരുത്തനുണ്ട്. നമുക്ക് വായിക്കാം 20-ാം സങ്കീർത്തനത്തിൽ ചിലർ രഥങ്ങളിലും ചില കുതിരകളിലും ആശ്രയിക്കുന്ന വാക്യം നമുക്ക് വായിക്കാം. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അവർ കുനിഞ്ഞ് വീണുപോയി. രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നവർ കുനിഞ്ഞ് വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. സംഘത്തിൽക്കാരൻ പറയുകയാണ്, ഞങ്ങൾക്ക് ദൈവമുണ്ട്. ഞങ്ങൾക്ക് എഴുന്നേറ്റ് നിവർന്നു നിൽക്കാൻ, ഞങ്ങളെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ഞങ്ങൾക്ക് ദൈവമുണ്ട്. ഞങ്ങൾ വീണാലും നിലംപരിചാകാതെ ഞങ്ങൾ ഉയർത്താൻ ദൈവമുണ്ട്. ഞങ്ങൾ വഴിതെറ്റിയാൽ നേർവഴിക്കാക്കാൻ ഞങ്ങൾക്ക് ദൈവമുണ്ട്. ദൈവബോധം, ദൈവഭയം,
ദൈവഭക്തി അതായിരിക്കട്ടെ നമ്മുടെ സ്വത്ത്. ദൈവഭയം. ഇന്ന് ക്രിസ്തു സ്വത്തായിട്ടുള്ളവർ എത്ര പേരുണ്ട്? ക്രിസ്തു സ്വത്തായിരിക്കുക, യേശുക്ക് സമ്പത്തായിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ വീണ്ടും പറയട്ടെ, നാം ഒന്നിലും ആശ്രയിച്ചു പോകരുത്. ഒന്നിലും നാം ആശ്രയിച്ചു പോകരുത്. ഒന്നിലും നാം പ്രശംസിച്ചു പോകരുത്. ഒന്നിലും നാം അഭിമാനിച്ചു പോകരുത്. അഭിമാന വിഷയം ഒന്നേ ഉള്ളൂ, പ്രശംസാ വിഷയം ഒന്നേ ഉള്ളൂ. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടു. ലോകത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യനില്ല, ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടു. ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ലോകം എനിക്ക് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരാളില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ലോകം എന്നൊന്നില്ല. എനിക്ക് ഒന്നേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. സഹോദരങ്ങളെ, ഇത് ഉന്നതമായ ചിന്തയാണെന്ന് നിങ്ങൾക്ക് തോന്നാം. അല്ല, ഇത് ആഴമേറിയ ചിന്തയുമല്ല, ഉന്നതമായ ചിന്തയുമല്ല. ഇത് സാധാരണ ചിന്തയാണ് ഈ പറയുന്നത്. നാം എല്ലാവരും അനുവർത്തിക്കേണ്ട കാര്യമാണ് ഈ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായ ബോധ്യം വേണം, എനിക്ക് ആശ്രയം യേശു മാത്രം. ആരെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും എല്ലാവരും കൈവിട്ടു പോകും, എല്ലാവരും മാറിപ്പോകും, എല്ലാവരും വിട്ടുപോകും. ഇന്ന് സ്നേഹമായിരിക്കുന്നവർ നാളെ തെറ്റിദ്ധരിച്ചു എന്ന് വരാം. ഇന്ന് സഹായിക്കുന്നവർ നാളെ കൈ പിൻവലിച്ചു എന്ന് വരാം. ഇന്ന് ഉപകാരം ചെയ്യുന്നവർ നാളെ ഉപദ്രവികളായി തീർന്നു എന്ന് വരാം. മനുഷ്യൻ അത്രയേ ഉള്ളൂ. എന്നാൽ ഒരിക്കലും തെറ്റിദ്ധരിക്കാത്ത ഒരാളുണ്ട്, തെറ്റായി ധരിക്കാത്ത ഒരാളുണ്ട്. അവിടത്തേക്ക് തെറ്റിദ്ധാരണയില്ല. യേശു ക്രിസ്തുവിന് തെറ്റിദ്ധാരണയില്ല. കാണേണ്ടതുപോലെ അവിടുന്ന് കാണും, ഉള്ളതുപോലെ അവിടുന്ന് കാണും. അവിടുന്ന് സഹായിക്കാൻ ശക്തനാണ്, സഹായിക്കാൻ കരുത്തനാണ്, സഹായിക്കാൻ മനസ്സുള്ളവനാണ്. ഇന്ന് ഈ യേശു നമുക്ക് സ്വത്തായി വരണം. യേശുവാണ് സ്വത്ത്. ചില രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അവർ കുനിഞ്ഞ് വീണുപോയി. രഥങ്ങളിലും കുതിരകളിലും ആശ്രയിച്ചവരെല്ലാം കുനിഞ്ഞ് വീണുപോയി. എന്നാൽ ഞങ്ങളോ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. സഹോദരങ്ങളെ, ഇന്ന് ഒരു സെക്കൻഡ് നേരം വീണ്ടും നിങ്ങൾ ചിന്തിക്കൂ, കർത്താവേ, നീയാണോ എൻ്റെ സ്വത്ത്? യേശു എനിക്ക് സ്വത്തായിട്ട് എൻ്റെ ഹൃദയത്തിലുണ്ടോ? എൻ്റെ സമ്പത്തായി യേശു എൻ്റെ ഹൃദയത്തിലുണ്ടോ? യേശു എൻ്റെ ഉള്ളിലുണ്ടോ? എൻ്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ എനിക്ക് യേശു മാത്രമെന്ന് ഭക്തൻ പാടി. എനിക്ക് എൻ്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ യേശു മാത്രമേ ഉള്ളൂ. സാധു കൊച്ചുഞ്ഞു വിദേശി പാടിയതാണ്, എൻ്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ ഈ ഇഹത്തിൽ എനിക്ക് യേശു മാത്രമേ ഉള്ളൂ. സമ്പത്ത് യേശു മാത്രം പറഞ്ഞാൽ പോരല്ലോ. പ്രിയപ്പെട്ടവരെ, യേശു ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. യേശു ഉണ്ടെങ്കിൽ സൗഖ്യമുണ്ട്. യേശു ഉണ്ടെങ്കിൽ ബലമുണ്ട്. യേശു ഉണ്ടെങ്കിൽ സഹായികളുണ്ട്. യേശു ഉണ്ടെങ്കിൽ ദൈവമക്കളുണ്ട്. യേശു ഉണ്ടെങ്കിൽ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാക്കി വരും. എല്ലാം അനുകൂലമായിരിക്കും. യേശു വേണം എനിക്ക്. യേശുവാണ് സ്വത്ത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം വന്നിട്ടുണ്ടോ? ഒന്നാമത് യേശുവിനെ നിർത്തിയിട്ടുണ്ടോ? അതോ നമ്മുടെ ജീവിതത്തിൽ നിന്നും അഹങ്കരിക്കുകയാണോ? നാം നിഗളിക്കുകയാണോ? ബേൽശസ്സർ രാജാവ് നിഗളിച്ചു. ബേൽശസ്സർ രാജാവ് അവൻ്റെ മഹത്തുക്കളെല്ലാം ഉൾപ്പെടെ അവരാഘോഷത്തോടെ അങ്ങനെ തിമിർത്ത് കുടിച്ച് ആനന്ദിച്ചു, തിമിർത്താടി രസിച്ചു. എല്ലാം കണ്ടുകൊണ്ടിരുന്ന ദൈവം, എല്ലാം ദൈവം കണ്ടുകൊണ്ടിരുന്നു. ദൈവം പറഞ്ഞു, ഞാൻ നിൻ്റെ രാജ്യത്വം എണ്ണി അതിന് അന്തം വരുത്തിയിരിക്കുന്നു. ഞാൻ നിന്നെ തുലാസിൽ തൂക്കി നോക്കി നിന്നെ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. അഭിമാന വിഷയം എന്താണുള്ളത്? നിന്നെ കുറവുള്ളവനായി കാണുന്നുണ്ടോ? അതോ നിനക്ക് അഭിമാന വിഷയങ്ങൾ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? യേശുവാണ് അഭിമാന വിഷയം. എൻ്റെ കർത്താവേ, എനിക്ക് യേശുവിൽ മാത്രമേ പ്രശംസിക്കാനുള്ളൂ എന്നുള്ള ആ ഒരു ഉറപ്പ് നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾക്ക് ആത്മീയ ജീവിതം തുടങ്ങാം. യേശു മാത്രമേ എനിക്ക് പ്രശംസാ വിഷയമായിട്ടുള്ളൂ. യേശു ഉള്ളതാണ് എൻ്റെ ബലം. ലോകത്തിന് മനസ്സിലാവുകയില്ല. ലോകം കളിയാക്കും, ലോകമനുഷ്യർ പരിഹസിക്കട്ടെ. നിങ്ങൾക്കതിലും വിരോധം വരണ്ട. ആളുകൾ നിങ്ങൾ തെറ്റിദ്ധരിക്കട്ടെ, പ്രയാസം വരണ്ട. ആളുകൾ നിങ്ങളെ ഉപദ്രവിക്കട്ടെ, സാരമില്ല. പക്ഷേ ലോകം പരിഹസിച്ചാലും യേശു നിങ്ങളെ കാണേണ്ടതുപോലെ കണ്ട് നിങ്ങൾക്ക് താങ്ങായി തണലായി കൂടെ വരും. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിന്നെ വാലല്ല തലയാക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്. വാലല്ല തലയാക്കുമെന്ന് അനുഗ്രഹത്തിൻ്റെ വാഗ്ദാനങ്ങളാണ് കർത്താവ് തരുന്നത്. ദൈവത്തിന് സ്തോത്രം. ബേൽശസ്സർ രാജാവിന് ഈ അനുഗ്രഹങ്ങൾ വാങ്ങാമായിരുന്നു. അപ്പൻ നേടിയെടുത്തതായ ആ താഴ്മ നേടാമായിരുന്നു. അഹങ്കാരം കൊണ്ട് വന്ന വിന അപ്പൻ ഗ്രഹിക്കുകയും അപ്പൻ താഴ്മ സ്വീകരിക്കുകയും ചെയ്ത് ദൈവസന്നിധിയിൽ താഴുകയും ചെയ്തപ്പോൾ പഴയ പ്രതാപം വീണ്ടെടുത്തു എന്ന് പറയുന്ന ആ മഹാഭാഗ്യം ബേൽശസ്സറിന് നേടാമായിരുന്നു. അനേകം ആനുകൂല്യങ്ങൾ, കൊട്ടാരമതിൽ, നഗരത്തിന് ചുറ്റുമുള്ള മതിലിൻ്റെ കട്ടിയും മതിലിൻ്റെ ഉറപ്പും മതിലിൻ്റെ കെട്ടുറപ്പും എല്ലാം രാജാവിന് ബലം നൽകി. മേദ്യപാർസി സൈന്യം പുറത്ത് നിൽക്കുകയാണ്. അവർ വന്ന് വളഞ്ഞിരിക്കുകയാണ്. രാജാവ് അഹങ്കരിച്ചു കൊണ്ടകത്തിരിക്കുന്നു. പക്ഷേ സംഭവിച്ചതെന്താണെന്നോ? അന്ന് കൊട്ടാരത്തിന് ചുറ്റുമുള്ള അതിൻ്റെ അരികത്ത് കൂടി ഒഴുകുന്നതായ
ആ യൂഫ്രട്ടീസ് നദി, മേദ്യപാർസി സൈന്യം അവർ നദിയിൽ കൂടി നീന്തി തുടിച്ചു വന്ന് ചെറിയ തുരങ്കമുണ്ടാക്കി, മതിലിൻ്റെ തുരങ്കമുണ്ടാക്കിയതൊന്നും രാജാവ് അറിഞ്ഞില്ല. ആ ബാബിലോണിയൻ സാമ്രാജ്യത്തിലുള്ളവരാരും അറിഞ്ഞില്ല. അവർ സുഖത്തിൽ ലയിച്ച് കഴിയുകയാണ്, സുഖലോലുപരായി കഴിയുകയാണ്. അപ്പോഴാണ് ഇവർ തുരങ്കം ഉണ്ടാക്കി വന്ന് അകത്തേക്ക് സൈന്യം കടന്നു വന്നു. നദിയിൽ കൂടി അകത്തേക്ക് സൈന്യം കടന്നു വന്നു. അങ്ങനെ ആരും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ വരാൻ സാധ്യതയുണ്ടെന്ന് ആരും ചിന്തിച്ചില്ല. അന്ന് രാത്രി മേദ്യപാർസി സൈന്യം ഇരച്ചു കയറി. ദൈവത്തിൻ്റെ കൈപ്പത്തി വന്ന ഉടനെ, ദൈവത്തിൻ്റെ കൈയെഴുത്ത് വന്ന ഉടനെ, നിൻ്റെ രാജ്യത്വം ഞാൻ എണ്ണിയിരിക്കുന്നു, നിൻ്റെ രാജ്യത്തിന് അന്തം വരുത്തിയിരിക്കുന്നു, നിന്നെ തുലാസിൽ തൂക്കി നോക്കി നിന്നെ കുറവനായി കണ്ടിരിക്കുന്നെന്ന് ദൈവം കൽപ്പിച്ച് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ബേൽശസ്സർ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ദാര്യാവേശ് രാജാവിൻ്റെ പേർഷ്യൻ സൈന്യം ഇരച്ചു കയറി. രാജാവിനെ അന്ന് തന്നെ കൊന്നു. പ്രിയപ്പെട്ടവരെ, അന്ന് ബേൽശസ്സർ രാജാവ് വധിക്കപ്പെട്ടു. ഓർക്കുക, നമുക്ക് ദൈവം എന്നൊരവസരം തരുന്നുണ്ട്. അടിയിൽ കൂടി പിശാച് തുരങ്കം വയ്ക്കുന്ന നമ്മൾ പലരും അറിഞ്ഞിട്ടില്ല. അവൻ ചില കെണികൾ വെച്ചിരിക്കുന്ന നമ്മൾ പലരും അറിഞ്ഞിട്ടില്ല. ഇന്ന് നല്ല കെട്ടുറപ്പാണ് തോന്നുന്നില്ലേ? നല്ല കെട്ടുറപ്പ്, നല്ല ധൈര്യം, നല്ല ഉറപ്പ്, നല്ല സ്ഥിരത. കൊള്ളാം, പേടിക്കാനൊന്നുമില്ല, എനിക്കെല്ലാം ഉണ്ടല്ലോ, ഞാനിതിന് പേടിക്കണം, ഇതാണെന്ന് പലരുടെയും ചിന്ത. പേടിക്കാനൊന്നുമില്ലെന്ന്. എന്നാൽ തുരങ്കം വയ്ക്കുന്നത് പലരും അറിയുന്നില്ല. ഈ അടിയിൽ കൂടി തുരങ്കം വെച്ച് പിശാച് അകത്തേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നത് പലരും അറിയുന്നില്ല. അത് മനസ്സിലാക്കി ഇപ്പോൾ എതിരാളി എതിർത്ത് വരുന്നത് അറിഞ്ഞ് ഇപ്പോൾ തിരിയാൻ തുടങ്ങിയാൽ, പ്രിയപ്പെട്ടവരെ, ദൈവം കരുണ കാണിക്കും. ദൈവസന്നിധിയിൽ വിനയപ്പെടുക. കർത്താവേ, നീ എന്നിൽ നിന്ന് മാറിപ്പോകല്ലേ, നിൻ്റെ സാന്നിധ്യം എനിക്ക് നഷ്ടപ്പെട്ടു പോകല്ലേ, നിൻ്റെ കൃപ എനിക്ക് നഷ്ടപ്പെട്ടു പോകല്ലേ. വിനയത്തോടെ യാചിക്കുക, വിനയത്തോടെ എളിമപ്പെടുക. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏതെല്ലാം തരത്തിലുള്ള കൊള്ളരുതായ്മകളാണ് നടക്കുന്നത്. വിവാഹമോചനങ്ങൾ പെരുകി വരുന്നു. വിവാഹമോചനങ്ങൾ ഇന്ന്, പഴയ കാലത്തൊക്കെ വിവാഹമോചനം എന്നൊക്കെ പറയുന്നത് വലിയ മോശമായൊരു കാര്യമാണ്. വളരെ മോശമായിട്ടാണ് കരുതിയിരുന്നത്. അല്ല, നാട്ടിൽ ആരെങ്കിലും വിവാഹമോചനം നേടിയെന്ന് പറഞ്ഞാൽ എത്രയോ ഹീനമായൊരു കാര്യമായിരുന്നു. ഇന്ന് വിവാഹമോചനം എന്നൊക്കെ പറയുന്നത് ഒരു സാധാരണ സംഭവം പോലെയായി കഴിഞ്ഞിരിക്കുന്നു. മനുഷ്യൻ്റെ സാൻമാർഗികത്വം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. മനുഷ്യൻ്റെ സദാചാര മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. മനുഷ്യൻ്റെ ആധ്യാത്മിക മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു. മനുഷ്യൻ്റെ സാംസ്കാരിക മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു. സംസ്കാരം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് പ്രാർത്ഥനകളുണ്ട്, മനോഹരമായ കുരിശുതൊട്ടികളുണ്ട്, നല്ല നെടുകണക്കൻ ഗോപുരങ്ങൾ പോലുള്ളതായ ആരാധനാ സ്ഥലങ്ങളുണ്ട്. എന്തിനാണ് കുറവ്? ഇന്ന് വലിയ വലിയ കെട്ടിടങ്ങളുണ്ട്, വലിയ പള്ളി മേടകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ആരെയും കുറ്റം പറയാൻ പറയുകയല്ല, എങ്കിൽ നിങ്ങൾ ചിന്തിക്കാൻ പറയുകയാണ്. ചിന്തിക്കൂ, ഇന്ന് എന്തിനാണ് കുറവ്? വലിയ ദേവാലയങ്ങളുണ്ട്, മനോഹരമായി പടുത്തുയർത്തിയ ദേവാലയങ്ങൾ. ഇന്ന് നല്ല മനോഹരമായ കൺവെൻഷനുകൾ. ഇന്ന് തിയോളജി പഠിച്ച പ്രസംഗകർ, വളരെ വിദഗ്ധന്മാരായ, വളരെ പ്രസിദ്ധരായ സുവിശേഷകന്മാർ. എന്തിനാണ് കുറവ്? പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇന്ന് ആത്മീയം കുറഞ്ഞു പോയിരിക്കുന്നു. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞു പോയിരിക്കുന്നു. 12-ാം സംഘത്തിന് 1-ാം വാക്യം, യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. ഇന്ന് ഭക്തന്മാർ കുറഞ്ഞു പോയിരിക്കുന്നു. ഇന്ന് പണ്ഡിതന്മാരുണ്ട്, ഇന്ന് മഹാന്മാരുണ്ട്, ഇന്ന് പ്രസംഗകരുണ്ട്, ഇന്ന് ആരാധകരുണ്ട്, ഇന്ന് ശ്രേഷ്ഠമായ പദവികൾ അലങ്കരിക്കുന്ന വളരെ ശ്രേഷ്ഠന്മാരായ വ്യക്തികളുണ്ട്. പക്ഷേ ഇന്ന് ഭക്തിയില്ല. ഭക്തി പോയി. ഇത് തുറന്നു പറയുമ്പോൾ ആളുകൾക്ക് എതിർപ്പ് വരുന്നു. ഇത് തുറന്നു പറയുമ്പോൾ, സത്യം പറയുമ്പോൾ ചിലർക്ക് ദേഷ്യം വരുന്നു. സ്നേഹിതരെ, ചിന്തിക്കൂ. എന്താണ് പറഞ്ഞത്? 12-ാം സങ്കീർത്തനം 1-ാം വാക്യം, യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. വിശ്വസ്തന്മാർ കുറഞ്ഞു പോയിരിക്കുന്നു. വിശ്വസ്തതയില്ല, സത്യസന്ധതയില്ല, ന്യായവും നീതിയുമില്ല, നേരും നിയമങ്ങളുമില്ല. എല്ലാം ലംഘിക്കപ്പെടുന്നു. നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നു. അക്രമം പെരുകുന്നു. കൊള്ളരുതായ്മകൾ വർദ്ധിക്കുന്നു. മ്ലേച്ഛതകൾ പെരുകുന്നു. എത്ര വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യുവാനും മനുഷ്യന് പേടിയില്ല, മനുഷ്യന് മടിയില്ല. അത്രമാത്രം അധപതിച്ചു കൊണ്ടിരിക്കുന്നു. ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതിൽ മതഭേദമില്ല, സമുദായ ഭേദമില്ല, അതിൽ സഭാഭേദമില്ല. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ, വിശ്വാസികൾ എന്ന് പറയുന്നവർ, അവർ പോലും പലതരത്തിൽ അഴിമതികൾക്കും കളവുകൾക്കും കൂട്ടാളികളായിത്തീരുന്നു. ഏറ്റവും മ്ലേച്ഛമായ കാര്യങ്ങൾ നടക്കുന്നു. സഹോദരങ്ങളെ, നാം ചിന്തിക്കൂ. ഇന്ന് ഒരാധ്യാത്മിക വിപ്ലവം നടക്കേണ്ടിയിരിക്കുന്നു. ഒരാധ്യാത്മിക വിപ്ലവം, സ്പിരിച്വൽ റെവല്യൂഷൻ, ഒരാധ്യാത്മിക വിപ്ലവം നടക്കേണ്ടിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ്? ആരും വിപ്ലവത്തിനിറങ്ങി ഒച്ചപ്പാടുണ്ടാക്കണമെന്നല്ല പറഞ്ഞത്. ഒരാന്തരിക വിപ്ലവം നടക്കേണ്ടിയിരിക്കുന്നു. ആന്തരിക വിപ്ലവം.
മാനസാന്തരം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. മനസ്സ് മാറണം, ഹൃദയം മാറണം, ഹൃദയം ശുദ്ധമാകണം. ഇന്ന് സാധുവിനെ ഉപദ്രവിക്കാൻ ആർക്കും പേടിയില്ല. തിരിച്ചിങ്ങോട്ടൊന്നും ചെയ്യാൻ കഴിവില്ലാത്തവനെ ഉപദ്രവിക്കാൻ ആളുകൾ കൂട്ടം കൂടും. അവനൊന്നും തിരിച്ചൊന്നും ചെയ്യാൻ കഴിവില്ല, അല്ലെങ്കിൽ തിരിച്ച് ചെയ്യാൻ അവന് മനസ്സില്ല. അങ്ങനെ തിരിച്ച് ചെയ്യുന്നത് പാപമാണെന്ന് അറിയാം. അതുകൊണ്ട് ദൈവമക്കൾ വളരെ ശാന്തരായി സൗമ്യരായി നിൽക്കുന്നു. സൗമ്യതയും ശാന്തതയും ബലഹീനതയുടെ ലക്ഷണമായി പലരും കരുതുന്നു. ബലഹീനതയുടെ ലക്ഷണമായി കരുതുന്നു. ഞാൻ പറയട്ടെ, ഇന്ന് പലരും ഈ കഴിവുകേടായിട്ടാണ് കരുതുന്നത്. ഒന്ന് ശാന്തരായി നിൽക്കുന്നത്, മൗനമായി നിൽക്കുന്നത്, സൗമ്യമായി നിൽക്കുന്നത് കഴിവുകേടായിട്ട് കരുതുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഓർക്കൂ, എല്ലാറ്റിനും പ്രതികാരം ചെയ്യുന്ന ഒരു ദൈവം ഉണ്ടായെന്ന് ഓർത്തുകൊള്ളുക. എല്ലാറ്റിനും പ്രതികാരം ചെയ്യുന്ന ദൈവം, അവൻ കണക്ക് തീർക്കുന്നവനാണ്. കാലത്തിൻ്റെ ചുവരെഴുത്ത് നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കരുത്. കാലത്തിൻ്റെ ചുവരെഴുത്ത് എന്ന് പറയുന്നത് അതിന്നൊരു ശൈലിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. കാലത്തിൻ്റെ ചുവരെഴുത്ത്. സഭകൾ കാലത്തിന് ചുവരെഴുത്ത് കാണണം. സമുദായങ്ങൾ കാലത്തിന് ചുവരെഴുത്ത് കാണണം. സമുദായ നേതാക്കന്മാർ കാലത്തിന് ചുവരെഴുത്ത് കാണണം. ചെറുപ്പക്കാരെന്ന് അസ്വസ്ഥരാണ്, യൗവനക്കാരെന്ന് അസ്വസ്ഥരാണ്. അവർക്ക് ഇന്ന് ആരാധന വേണ്ട, പള്ളി വേണ്ട, അവർക്ക് വിശുദ്ധ കർമ്മങ്ങൾ വേണ്ട, വിശുദ്ധ ആചാരങ്ങൾ വേണ്ട. കാരണം അവർ ഇന്ന് അസ്വസ്ഥരാണ്. അവരുടെ മനസ്സിന് ശാന്തി കൊടുക്കുന്നതൊന്നും ഇന്ന് കിട്ടേണ്ടിടത്തുനിന്ന് കിട്ടുന്നില്ല. സഭകളിൽ നിന്നും പള്ളികളിൽ നിന്നും ഈ പാവപ്പെട്ട ചെറുപ്പക്കാർക്ക് ഒരു ശാന്തി കിട്ടുന്നില്ല. സമുദായങ്ങളിൽ നിന്ന് സമാധാനം കിട്ടുന്നില്ല. സമുദായങ്ങളിൽ നിന്ന് ശാന്തി കിട്ടുന്നില്ല. കിട്ടേണ്ടത് അവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് അവർ അസ്വസ്ഥരാണ്. ഈ ചെറുപ്പക്കാരെ നേർവഴിക്ക് ആക്കേണ്ടത് ആരാണ്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരുമാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇത് കേട്ട് നിങ്ങൾ പോയാൽ പോരാ, നിങ്ങൾ ചിന്തിക്കണം. ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അനേകർ വഴിതെറ്റിപ്പോകുന്നു, അനേകർ മദ്യത്തിന് അടിമകളായിത്തീരുന്നു, അനേക കുടുംബങ്ങൾ നശിക്കുന്നു, അനേക കുടുംബങ്ങൾ വഴിയാധാരമായിത്തീരുന്നു, അനേകർ കിടപ്പാടം വിറ്റ് മദ്യപിച്ച് എല്ലാം ഗതികെട്ടവരായിത്തീരുന്നു. ശാപങ്ങൾ വന്ന് കുടുംബങ്ങളിൽ വന്ന് അലയടിക്കുന്നു. ശാപങ്ങൾ, പൂർവികന്മാരുടെ കാലം മുതലായ ശാപങ്ങൾ കുടുംബങ്ങളിൽ വന്ന് അലയടിക്കുന്നു. കുടുംബങ്ങൾ തകർന്നു വീഴുന്നു. കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി തീരുന്നു. പരസ്പര സ്നേഹം നഷ്ടപ്പെടുന്നു. വീടുകളിൽ സ്നേഹം കിട്ടുന്നില്ല. അപ്പൻ്റെ സ്നേഹം മക്കൾക്ക് കിട്ടുന്നില്ല. മക്കൾ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നില്ല. മക്കൾ മാതാപിതാക്കളെ അനുസരിക്കുന്നില്ല. മാതാപിതാക്കളെ ആദരിക്കുന്നില്ല. മാതാപിതാക്കളെ ഭയപ്പെടുന്നില്ല. അധ്യാപകരെ മാനിക്കുന്നില്ല. അധ്യാപകരെ ഗൗനിക്കുന്നില്ല. ഇന്ന് സമൂഹം ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് കാതലായ വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ ഊന്നി നിന്നുകൊണ്ട് ദൈവമക്കൾ ഉണരേണ്ടത്. ദൈവമക്കൾ ഉണരണം. ഒരു ചലഞ്ച്, ഒരു വെല്ലുവിളിയായിട്ട് നിങ്ങൾ എടുക്കണം. എൻ്റെ കർത്താവേ, ഒരു ആധ്യാത്മിക വിപ്ലവത്തിന് തുടക്കം കുറിക്കാൻ ഞാനിതാ എഴുന്നേൽക്കുന്നു. യേശുവേ, കുരിശിൽ നീ തുടങ്ങിയ വിപ്ലവം, കുരിശിൽ നീ തുടങ്ങിയതായ ഒരു വിപ്ലവമുണ്ട്. അത് സ്നേഹത്തിൻ്റെ വിപ്ലവമാണ്. അതാണ് ആധ്യാത്മിക വിപ്ലവം. സ്നേഹത്തിൻ്റെ വിപ്ലവം, കുരിശിലെ വിപ്ലവം, അത് സ്നേഹത്തിൻ്റെ വിപ്ലവമാണ്. അത് പാപിയെ സ്നേഹിക്കുന്ന സ്നേഹത്തിൻ്റെ വിപ്ലവമാണ്. അത് താണവനെ ഉയർത്തുന്ന സ്നേഹത്തിൻ്റെ വിപ്ലവമാണ്. അത് പാവപ്പെട്ടവനെ സഹായിക്കുന്ന സ്നേഹത്തിൻ്റെ വിപ്ലവമാണ്. അത് വഴിതെറ്റി പോകുന്നതിനെ നേർവഴിക്കാക്കുന്ന സ്നേഹത്തിൻ്റെ വിപ്ലവമാണ്. ദൈവത്തിന് സ്തോത്രം. അതൊരു വിശുദ്ധിയുടെ വിപ്ലവമാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. വിശുദ്ധിയുടെ വിപ്ലവം. ആ വിപ്ലവ കാഹളം മുഴക്കാൻ നിങ്ങൾ എഴുന്നേറ്റ് വരുമോ? വിപ്ലവ കാഹളം മുഴക്കുക. നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവത്തിന് സ്തോത്രം. കർത്താവേ, എൻ്റെ ഈ ചെറുപ്രായത്തിൽ, ബാല്യക്കാർ ചിന്തിക്കൂ, യൗവനക്കാർ ചിന്തിക്കൂ, കുട്ടികൾ ചിന്തിക്കൂ. കർത്താവേ, എൻ്റെ ഈ യൗവനപ്രായത്തിലേക്ക് കാലുന്ന ഈ സമയത്ത് എനിക്ക് സ്നേഹത്തിൻ്റെ പ്രവാചകനായി മാറണം. എനിക്ക് വിശുദ്ധിയുടെ ഒരു പ്രഘോഷകനായി മാറണം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവേ, വിശുദ്ധിയുടെ പ്രഘോഷകനായി മാറണം. എൻ്റെ ദൈവമേ, എനിക്ക് ഈ ലോകത്ത് ഓടി നടന്ന് യേശുവിനെ സ്നേഹം പ്രകീർത്തിക്കണം. യേശു ജീവിക്കുന്നതുകൊണ്ടാണ് എൻ്റെ സ്വഭാവം മാറിയതെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കണം. എൻ്റെ അശുദ്ധ ജീവിതം മാറിയത് യേശു എന്നിൽ പ്രവർത്തിച്ചതുകൊണ്ടാണെന്ന് കാണിച്ചു കൊടുക്കണം. എൻ്റെ അഹങ്കാരം മാറിയത് യേശുവിൻ്റെ താഴ്മ എന്നെ എൻ്റെ ഹൃദയത്തിലേക്ക് തന്നതുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാക്കി കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്തു പറയുന്നു? ഈ ആധ്യാത്മിക വിപ്ലവത്തിന്, കുരിശിലെ സ്നേഹ വിപ്ലവത്തിന് തുടക്കം കുറിക്കാനായിട്ട് നിങ്ങൾക്ക് എഴുന്നേറ്റ് വരാമോ? ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ആരെല്ലാം ഇന്നൊരു പുതിയ തീരുമാനമെടുക്കും? കർത്താവേ, എൻ്റെ മുമ്പിൽ വലിയൊരു ഉത്തരവാദിത്വം ഉണ്ട്, ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ മുമ്പിൽ വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. എൻ്റെ കുടുംബത്തിൽ ഈ സ്നേഹം തുടങ്ങണം. എൻ്റെ കുടുംബത്തിൽ സ്നേഹത്തിൻ്റെ ബോംബ് പൊട്ടണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സ്നേഹത്തിൻ്റെ ബോംബ് പൊട്ടണം. എൻ്റെ കുടുംബത്തിൽ അത് തുടങ്ങണം. സ്നേഹത്തിൻ്റെ ഒരു ബോംബ് സ്ഫോടനം. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഈ എൻ്റെ കുടുംബത്തിൽ അത് തുടങ്ങണം. എൻ്റെ കുടുംബത്തിൽ സ്നേഹത്തിൻ്റെ ബോംബ് പൊട്ടണം. എന്നിട്ട് എൻ്റെ കുടുംബത്തിൽ ആകെ ഒരു വിപ്ലവം നടക്കണം. അവിടെ സ്നേഹത്തിൻ്റെ വിപ്ലവം. എല്ലാവരും പിണങ്ങിയിരിക്കുന്നവർ ഇണങ്ങണം. ഇന്ന് തുറന്ന് സംസാരിക്കാൻ കഴിയാത്തവർ തുറന്ന് സംസാരിക്കുന്നവരായി തീരണം. ഇന്ന് പരസ്പര സ്നേഹം വരണം. അയൽക്കാരും തമ്മിൽ സ്നേഹം വരണം. അവിടെ ശണ്ട പാടില്ല. അവിടെ ഐക്യം വരണം. ദൈവത്തിന് സ്തോത്രം. ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നവർ ഗ്രൂപ്പിസം പാടില്ല. ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നവർ തൊഴുത്തിൽ കുത്തു പാടില്ല. ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നവർ കാലുവാരൽ പാടില്ല. ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നവർ പിൻകാല ഒഴിക്കൽ പാടില്ല. ദൈവത്തിന് സ്തോത്രം. അവിടെ സ്നേഹമായിരിക്കണം. സ്നേഹം.
ഏറ്റവും താണവനെ ഉയർത്താനുള്ള സ്നേഹം, തെറ്റുപറ്റുന്നവനെ താങ്ങി എഴുന്നേൽപ്പിക്കാനുള്ള സ്നേഹം. പ്രിയപ്പെട്ടവരെ, ഇതാണ് സ്നേഹത്തിൻ്റെ വിപ്ലവം. തെറ്റിപ്പോകുന്നവനെ തള്ളിക്കളയുകയല്ല, ഒരു വീഴ്ച പറ്റിയവനെ ഉപേക്ഷിച്ച് കളയുകയല്ല, അവനെയും മാടി അടുപ്പിച്ചുകൊണ്ട് ചേർത്തണയ്ക്കുന്ന കുരിശിലെ സ്നേഹം. ആ സ്നേഹം നിങ്ങളിൽ ഉണരട്ടെ, ആ സ്നേഹത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ജ്വലിപ്പിക്കട്ടെ, ആ സ്നേഹത്തിൻ്റെ ആത്മാവ് നിങ്ങളിലേക്ക് വരട്ടെ. മെനെ മെനെ തേക്കേലു ഫർസീൻ, ദൈവം നിൻ്റെ രാജ്യത്തിന് വേണ്ടി അതിന് അന്തം വരുത്തിയിരിക്കുന്നു. ദൈവം നിന്നെ തുലാസിൽ തൂക്കി നോക്കി നിന്നെ കുറവുള്ളനായി കണ്ടിരിക്കുന്നു. കാലത്തിൻ്റെ ചോരെഴുത്ത് കാണുക, നിന്നെ കുറവുള്ളനായി കണ്ടിരിക്കുന്നു. എൻ്റെ കർത്താവേ, നീ എന്നെ ഇപ്പോൾ നോക്കുമ്പോൾ എന്നെ കുറവുള്ളനായിട്ടാണോ കാണുന്നത്? ആണ്, ഞാൻ അറിയുന്നു കർത്താവേ, കുറവേറെയുണ്ട്. എന്നാൽ എൻ്റെ കുറവ് തീർക്കാൻ നിനക്ക് മാത്രമേ കഴിയുകയുള്ളൂ. കുരിശിൽ ചൊരിഞ്ഞ രക്തത്താൽ എൻ്റെ കുറവുകൾ തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുരിശിൽ മരിച്ച മരണത്താൽ എൻ്റെ കുറവ് തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുരിശിൽ ത്യജിച്ച ആ ജീവനാൽ എൻ്റെ ജീവിതത്തിലെ കുറവുകൾ തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുനാഥ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. നീ എൻ്റെ ഹൃദയത്തിൽ വാസം ചെയ്യണമേ. എന്നെ സ്നേഹമാക്കി മാറ്റണമേ, എന്നെ വിശുദ്ധിയാക്കി മാറ്റണമേ, എന്നിൽ നിൻ്റെ സ്നേഹം പകരണമേ. കർത്താവെ, സ്നേഹിക്കാൻ പഠിച്ചിട്ടില്ലാത്ത എനിക്ക് സ്നേഹം തരണമേ. കർത്താവെ, സ്നേഹിപ്പാൻ അറിയാൻ വയ്യാത്ത എനിക്ക് സ്നേഹിക്കാൻ ഒരു പുതിയ പാഠം തരണമേ. കർത്താവെ, വിശുദ്ധി എന്ത് എന്നറിയാത്ത എനിക്ക് വിശുദ്ധിയുടെ പുതിയ പാഠം പഠിപ്പിച്ചു തരണമേ. കർത്താവെ, ഇത്രയും കാലം അശുദ്ധനായി ജീവിച്ച എനിക്ക് തിരുരക്തത്താൽ വിശുദ്ധിയുടെ പ്രവാചകനായി മാറാൻ കൃപ തരണമേ. ദൈവത്തിന് സ്തോത്രം. യേശുവിന് വേണ്ടി ചെലവഴിക്കപ്പെടുക, യേശുവിന് വേണ്ടി തന്നെ ഉപയോഗിക്കപ്പെടുക, യേശുവിന് വേണ്ടി വിനിയോഗിക്കപ്പെടുക, യേശുവിന് വേണ്ടി വിട്ടുകൊടുക്കുക. യേശുവിന് വേണ്ടി നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഏൽപ്പിക്കാൻ പറ്റുമോ? എങ്കിൽ നിങ്ങൾക്ക് ഒരു ജയജീവിതം കർത്താവ് തരും. ഇതുവരെ ഒന്ന് പാപങ്ങൾ കർത്താവ് ക്ഷമിച്ചു തരും. യേശുവിൻ്റെ തിരുവാറിൽ നിന്നൊഴുകിയ തിരുരക്തത്താൽ നിങ്ങളുടെ പാപക്കറകളെല്ലാം കഴുകിത്തരും, വന്നതെല്ലാം ക്ഷമിച്ചു തരും. മകനെ, എന്തെല്ലാം തെറ്റുകൾ നിനക്ക് സംഭവിച്ചു പോയെങ്കിലും, യൗവനക്കാര, ഏതെല്ലാം വീഴ്ചകൾ നീ വീണുപോയെങ്കിലും നിനക്ക് ക്ഷമിച്ചു തരാൻ യേശു മനസ്സാണ്. ഇന്ന് കൃപയുടെ കാലമാണ്. പെട്ടകം തുറന്നിരിക്കുന്ന സമയമാണ്. കൃപാസനത്തിൽ യേശുരാജ് എഴുന്നള്ളിരിക്കുന്ന സമയമാണ്. ഇന്ന് ആർക്കും കടന്നു വരാം, ആർക്കും രക്ഷപ്പെടാം. യേശുവിൻ്റെ ഇതിലേക്ക് ഓടി വരിക. മകളെ, നിനക്കും ഓടി വരാം, നിനക്കും രക്ഷപ്പെടാം. എത്ര ഹീനജീവിതം നയിച്ചവളാണെങ്കിലും നിനക്കും യേശുവിൻ്റെ ഇതിലേക്ക് വരാം. നിൻ്റെ നാവിനെ നിനക്ക് നിയന്ത്രിക്കാം, നിനക്ക് യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. നിൻ്റെ സ്വഭാവത്തെ നിനക്ക് നിയന്ത്രിക്കാം. നിയന്ത്രിക്കുന്ന പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെ എതിരേൽക്കുക. യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലേക്ക് വരട്ടെ. യേശുവിനെ നയിക്കട്ടെ, യേശുവിനെ നടത്തട്ടെ, യേശുവിൻ്റെ സ്നേഹം നിന്നെ ജ്വലിക്കട്ടെ. ആ സ്നേഹത്തിൽ ജ്വലിച്ചുകൊണ്ട് യേശുവിനെ സ്തുതിക്കാൻ നമുക്ക് ഒരുങ്ങാം. ആരാധനയുടെ സ്തുതി, വിശുദ്ധ സ്തുതി, ദൈവത്തെ മഹത്വപ്പെടുന്ന വിശുദ്ധ സ്തുതി, അത് നമുക്ക് ഒരുങ്ങാം. നമ്മെ തന്നെ സമർപ്പിക്കാം. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്നേഹം നിറഞ്ഞ തിരുവചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്വർഗീയ എല്ലപ്പാടുകൾക്കായി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ മക്കളെല്ലാവരെയും തൊടണമേ. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നാനാദേശങ്ങളിൽ നീ വചനം ശ്രദ്ധിച്ചവരെയും എൻ്റെ കരുണയുള്ള കർത്താവിന് തൃക്കരം തുടരണമേ കർത്താവേ. രോഗികളെ സൗഖ്യമാക്കണമേ കർത്താവേ. മനസ്സ് നൊന്തിരിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ കർത്താവേ. ഭാരങ്ങളിൽ ആകുലപ്പെട്ട് മനസ്സ് വലഞ്ഞിരിക്കുന്നവർക്ക് സമാധാനത്തിൻ്റെ ഒരു നീക്കുപോക്ക് തരണമേ കർത്താവേ. സമാധാനത്തിൻ്റെ പോംവഴി കാണിച്ചു തരണമേ കർത്താവേ. എല്ലാവരെയും തൊടണമേ, തലോടണമേ, അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.